മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് കലാമണ്ഡലം ശ്രീജ വിശ്വം. ഓട്ടംതുള്ളലാണ് ഞാൻ അഭ്യസിച്ചത്. കേരള കലാമണ്ഡലത്തിൽ നിന്നും 2006 കലാമണ്ഡലത്തിൽ നിന്നും ഞാൻ പഠിച്ചിറങ്ങിയതാണ്. അതിനുശേഷം കലാമണ്ഡലം ഗീതാന്താശൻ്റെ കീഴിൽ സ്കോളർഷിപ്പ് പഠനം പൂർത്തിയാക്കി. തുടർന്ന് ഈ രംഗത്ത് വളരെ സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായി കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രം പുതിയതായിട്ട് ആവിഷ്കരിച്ച് അക്കാഡമി ഹാളിൽ എല്ലാ ഗുരുനാഥന്മാരുടെയും ആസ്വാദകരുടെയും സാന്നിധ്യത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത്. അതിനെ തുടർന്ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ലക്കിടിയിലും ഈ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. അതുകൂടാതെ കേരള കലാമണ്ഡലത്തിൽ ഈ തുള്ളൽ സെമിനാറിനോടനുബന്ധിച്ച് കുഞ്ചൻ നമ്പ്യാർ ചരിതം ചെയ്യാനും അവിടുത്തെ സെമിനാറിൽ പങ്കെടുക്കാനും അവസരമുണ്ടായി. ഇതുകൂടാതെ തുള്ളൽ കലയിലെ പെണ്ണിടങ്ങൾ എന്ന പേരുള്ള ഒരു CD ശ്രീമതി മഞ്ജുവിൻ്റെ PhD വർക്കായിട്ടുള്ള ആ ഒരു CD-യിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം ആകാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് തന്നെ ഈ അക്ഷരശ്ലോകം, കാവ്യകളി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു മാഷിൻ്റെ പ്രേരണയിലാണ് ഞാൻ തുള്ളൽ ആദ്യമായിട്ട് അദ്ദേഹം വരികൾ എഴുതി അത് അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിന് വളരെയധികം പ്രോത്സാഹനം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അന്ന് അത് ചെയ്തത് അത്രയ്ക്ക് ശാസ്ത്രീയതകളോടെ അല്ലായിരുന്നു. അതുകൊണ്ട് അത് ശാസ്ത്രീയമായി പഠിക്കുന്നതിന് വേണ്ടി കലാനിലയം ജയന്തി ടീച്ചറെ ആശ്രയിക്കുകയും ടീച്ചറുടെ അടുത്ത് ഒരു 3 വർഷത്തോളം തുള്ളൽ അഭ്യസിക്കുകയും തുടർന്ന് കൂടുതൽ ക്ലാസിക്കായിട്ട് ആ കലയെക്കുറിച്ച് മനസ്സിലാക്കാനും ആ കലയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും തീരുമാനിച്ച് കേരള കലാമണ്ഡലം ഗീതാന്താശൻ്റെ കീഴിൽ ഡിപ്ലോമയ്ക്ക് ചേരുകയായിരുന്നു. അതിനെ തുടർന്ന് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ സ്കോളർഷിപ്പ് ചെയ്തത്. അതുകൂടാതെ കുഞ്ചൻ സ്മാരകത്തിൽ ഞാൻ ഒരു 2-2.5 വർഷത്തോളം അധ്യാപികയായി പ്രവർത്തിച്ചു. ആ സമയത്ത് കലാമണ്ഡലം ഗോപിനാഥ പ്രഭാശാൻ്റെ അടുത്തുനിന്ന് കൂടുതൽ കഥകൾ പഠിക്കുകയും ഈ കലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു. ഇപ്പോഴും വളരെ സജീവമായി തന്നെ ഈ രംഗത്ത് വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ചുകൊണ്ടും പെർഫോം ചെയ്തുകൊണ്ടും ധാരാളം സ്റ്റേജുകൾ ചെയ്തുകൊണ്ടും ചർച്ചകളിൽ തുള്ളലിനോട് ബന്ധപ്പെട്ട ചർച്ചകളിലും സെമിനാറുകളിലും പങ്കെടുത്തുകൊണ്ടും വളരെ സജീവമായിട്ട് തന്നെ ഇപ്പോഴും രംഗത്തുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇപ്പോൾ കലോത്സവത്തോടനുബന്ധമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് ഫസ്റ്റ് ആൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടിയും അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ വർഷവും ആ കുട്ടി കണ്ണൂരിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ സജീവമായിട്ട് തന്നെ ഈ രംഗത്ത് ഉണ്ട്. ധാരാളം വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് അഭ്യസിക്കുന്നുണ്ട്. എൻ്റെ വീട് ഇരിങ്ങാലക്കുടയാണ്. ശരിക്കും അവിടെയും ധാരാളം വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുന്നുണ്ട്. റെഗുലറായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശരിക്കും പറഞ്ഞാൽ എണ്ണം കുറവാണ്. കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ കുട്ടികൾ പ്രാധാന്യം കൊടുക്കുന്നത്. എങ്കിൽ കൂടി 3-4 പേര് റെഗുലറായിട്ട് ഈ കലയെ അറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. തുള്ളൽ പഠിച്ചാൽ കൂടുതൽ ഗ്രാഹ്യം മലയാളത്തിലും അല്ലെങ്കിൽ സാഹിത്യത്തിലും ചിന്തയിലും കൂടുതൽ ഗ്രാഹ്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വരുന്ന വിദ്യാർത്ഥികളുണ്ട് എന്നതിൽ എനിക്ക് സന്തോഷം. ശരിക്കും ഇപ്പോൾ കലാമണ്ഡലത്തിലെ അഭ്യാസം ഇതിപ്പോൾ പ്രചാരമായൊരു പേര് ഓട്ടംതുള്ളൽ എന്ന് മാത്രമേ ഉള്ളൂ. തുള്ളൽ എന്നാണ് ശരിക്കും ഈ കലാരൂപം. ഈ തുള്ളലിനെ 3 വിഭാഗമായിട്ട് തിരിച്ചിരിക്കുകയാണ്: ഓട്ടംതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻതുള്ളൽ, അങ്ങനെ. അപ്പോൾ ഈ കലോത്സവ വേദികളിലൊക്കെ ഓട്ടംതുള്ളലാണ് ഈ 3 തുള്ളലുകളിൽ വെച്ചിട്ട് കൂടുതൽ പ്രചാരം നേടിയിരിക്കുന്നത്. കാരണം അതിൻ്റെ വേഷത്തിന് കൂടുതൽ ഭംഗിയുണ്ട്. മറ്റ് 2 തുള്ളലുകളെ വരുമ്പോൾ കൂടുതൽ ദ്രുതമായി നിൽക്കുന്നത് ഓട്ടംതുള്ളലാണ്. ഒരു മത്സരം എന്ന് പറയുമ്പോൾ കൂടുതൽ എഫക്റ്റീവായി തോന്നുന്നത് ദ്രുതമായിട്ടുള്ള ചുവടുകളും വളരെ അട്രാക്ഷനുള്ള വേഷവുമാണ്. അപ്പോൾ ഈ 2 തുള്ളലുകളിനെ അപേക്ഷിച്ച് അട്രാക്ഷനുള്ള വേഷം ഓട്ടംതുള്ളലിൻ്റെയാണ്. ഓട്ടംതുള്ളലിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ മുഖത്ത് മനയോല തേച്ച്
വെള്ളവളയം ഇട്ട് കണ്ണും പുരികവും എഴുതി കുമ്പളക്കുരുവിൻ്റെ ആകൃതിയിൽ പൊട്ട് തൊട്ട് മഞ്ഞയും ചുവപ്പും ഗോപി വരച്ച് ചുണ്ടെഴുതിക്കൊണ്ടുള്ള മഹാവിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു വേഷവിധാനമാണ് അതിനുള്ളത്. അപ്പോൾ ശീതങ്കൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗതിയിലായാലും കുറച്ച് പതിഞ്ഞ മട്ടാണ്, ഓട്ടനേക്കാളും പതിഞ്ഞ മട്ടാണ്. വേഷം മിനുക്കാണ്, മനയോല പച്ചവേഷമല്ല, മിനുക്ക് വേഷമാണ്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കണ്ടാൽ നമ്മൾക്ക് പൊതുവേ നമ്മൾ അട്രാക്ഷൻ കഥകളിയൊക്കെ കാണുകയാണെങ്കിലും നമ്മൾ അർജുനൻ്റെ വേഷത്തിനോടല്ലേ കൂടുതൽ, മിനുക്ക് വേഷങ്ങളിലേക്കാൾ കൂടുതൽ നമ്മൾ പച്ചവേഷത്തിനോട് അത് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ആ വേഷമാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വേദികളിലേക്ക് അത് തിരഞ്ഞെടുക്കപ്പെടുകയാണ് മത്സരമായിട്ട്. ഇതിന് മൂന്നിനും സെപ്പറേറ്റ് മത്സരം ഇല്ലാത്തത് കൊണ്ട് വിദ്യാർത്ഥികൾ ഓട്ടംതുള്ളലിലേക്ക് കൂടുതൽ അട്രാക്ഷൻ വേണ്ട സ്ഥലങ്ങളിലൊക്കെ, ഇനിയിപ്പോൾ കലോത്സവ വേദികൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ തുള്ളലിന് തന്നെ ഒരു തുള്ളൽ പ്രോഗ്രാം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടംതുള്ളൽ തിരഞ്ഞെടുക്കാറുണ്ട്. അത് കൂടുതൽ ആളുകളെ ആനന്ദിപ്പിക്കും, അല്ലെങ്കിൽ അവർ അതിൽ കൂടുതൽ അട്രാക്റ്റഡ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഓട്ടനെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശീതങ്കൻ പറയൻ തുള്ളലുകൾ, പറയനെ സംബന്ധിച്ച് ഏറ്റവും പതിഞ്ഞ മട്ടിലാണ് അതിൻ്റെ മട്ട്. അതായത് തക്കിട്ട് തക്ക ധിമ്മി തക്കിട്ട് അങ്ങനെ മെല്ലെ ഹരിണാംഗ ഭരണൻ്റെ ചരണാംബോരുഹം രണ്ടും ആ ഒരു ഗതിയിലാണ് ആദ്യം മുതൽ അവസാനം വരെ അത് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ വേഷവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ വേഷത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഭസ്മക്കുറിയാണ്, രുദ്രാക്ഷമാലയാണ്, മുഖത്ത് മിനുക്കാണ്. അപ്പോൾ ചുവന്ന പട്ട് മാത്രമേ ധരിക്കുന്നുള്ളൂ. ഈ ഓട്ടനിലും ശീതങ്കലിലും വരുന്ന പോലെ കച്ച അങ്ങനെയുള്ള അലങ്കാരങ്ങളൊന്നും വരാത്ത ഒരു വേഷമാണ് പറയൻതുള്ളലിൻ്റെ. അപ്പോൾ ഈ മൂന്ന് വേഷങ്ങളും വരുമ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ ഓട്ടംതുള്ളലിനോടൊരു ഇഷ്ടം തോന്നും സാധാരണ ജനങ്ങൾക്ക്. അതിൻ്റെ ഒരു ആഴത്തിൽ പോയവർ മാത്രമാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ആസ്വദിക്കുള്ളൂ. സാധാരണഗതിയിൽ തുള്ളൽ എന്ന് പറയുമ്പോൾ ഓട്ടംതുള്ളലാണ് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ മത്സരത്തിനായാലും അല്ലെങ്കിൽ ഒരു പൊതു വേദിയിലായാലും ഒരു തുള്ളൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഓട്ടംതുള്ളലിനെ പരിഗണിക്കുകയാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ശീതങ്കൻ തുള്ളലിനും പറയൻതുള്ളലിനും അത്ര തന്നെ പ്രചാരം കിട്ടിയിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഈ കല്യാണ സൗഗന്ധികം എന്ന് പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ കൃതിയാണ്. അത് യഥാർത്ഥത്തിൽ ശീതങ്കതുള്ളലായിട്ടാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കൂടി അത് ഓട്ടൻ്റെ വേഷത്തിൽ ശീതങ്കൻ ചെയ്യുന്ന, ഓട്ടൻ്റെ വേഷത്തിൽ കല്യാണ സൗഗന്ധികം ചെയ്യുന്ന ഒരു അവസ്ഥ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ആദ്യകാലങ്ങളിൽ, ഇപ്പോൾ ഇല്ല തോന്നുന്നു, ആദ്യകാലങ്ങളിൽ കേരള കലാമണ്ഡലത്തിൽ തന്നെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതൽ ആധികാരിക വേദികളിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നു. പലരും അതിപ്പോഴും ആ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആ വേഷത്തിൻ്റെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ശീതങ്കൻ തുള്ളലിൻ്റെ ഒരു ആദ്യകാലങ്ങളിൽ നമ്മൾക്കും അത് അതിങ്ങനെ കുറേ കീഴ്വഴക്കങ്ങളായിട്ട് വന്നതുകൊണ്ട് നമ്മൾക്കും അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പോൾ പരമാവധി അങ്ങനെ ഒഴിവാക്കി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ ആ ഒരു വിപത്ത് മനസ്സിലാക്കി നമ്മളും മാക്സിമം അത് ഒഴിവാക്കി തന്നെ, ഓട്ടനാണെങ്കിൽ കിരാതോ സന്താനഗോപാലോ അങ്ങനെ ഏതെങ്കിലും കഥകളും, ശീതങ്കനാണെങ്കിൽ സൗഗന്ധികം, കൃഷ്ണലീല മുതലായിട്ടുള്ള കഥകൾ അങ്ങനെ വേർതിരിച്ച് തന്നെ ഞാനും ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓട്ടംതുള്ളൽ കാലത്ത് ഉപയോഗിച്ചിരുന്നത് നമ്പ്യാരുടെ കൃതികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ രാഗങ്ങളുടെ പ്രാധാന്യം, താളങ്ങളുടെ പ്രാധാന്യം, അതേപോലെ എണ്ണങ്ങൾ, ഗതികൾ, ഇതൊക്കെ അതേപോലെ ആ ഭാഷയുടെ ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങളും അല്ലെങ്കിൽ വർണ്ണിക്കേണ്ട ഭാഗങ്ങൾ, അങ്ങനെ ആ ഒരു സാഹിത്യത്തിൻ്റെയും അല്ലെങ്കിൽ ആ പ്രയോഗത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചിട്ടകൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ മാത്രമായി നിന്ന് പിന്നെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ആളുകൾ ഈ കല ഉപയോഗിക്കാൻ തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ നിലവാരം വളരെയധികം താഴ്ന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. പ്രത്യേകിച്ച് തെക്കൻ നാടുകളിലൊക്കെ ഇപ്പോഴും വളരെ മോശമായ രീതിയിൽ വേഷം നമ്മൾക്ക് ആസ്വദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വേഷവിധാനത്തോട് കൂടിയിട്ട് ശ്രുതിയോ താളമോ പ്രത്യേകിച്ച് ചിട്ടകളോ ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിനൊരു
മാറ്റമാവാൻ ഈ യുവജനോത്സവ വേദികളും ഒരു കാരണമാണ്. അപ്പോൾ ഇപ്പം നിലവാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ള കലകളൊക്കെ എത്രയോ മുമ്പിലേക്ക് പോയിരിക്കുന്നു. ഇതൊരു വളരെ താഴ്ന്ന രീതിയിൽ നിലനിന്നത് കൊണ്ട് ഇപ്പോൾ അതിൻ്റെ വളർച്ചയുടെ പാതയിലായിട്ടുള്ളൂ എന്ന് തന്നെയാണ് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ കേരള കലാമണ്ഡലം പോലെയുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ ശാസ്ത്രീയതകളെ മനസ്സിലാക്കി, വള്ളത്തോളിനെ പോലെയുള്ള മഹാന്മാർ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കി ആ കലാരൂപം അവിടെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് 1956 കേരള കലാമണ്ഡലത്തിൽ ഇതൊരു പഠന വിഷയമായി അംഗീകരിക്കപ്പെട്ടു. കഥകളിയും തുള്ളലൊക്കെയാണ് ആദ്യം അംഗീകരിക്കപ്പെട്ട അവിടുത്തെ വിഷയങ്ങൾ. പിന്നീടാണ് അവിടെ നൃത്തത്തിനൊക്കെ പ്രാധാന്യം വന്നത്. അപ്പോൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയ ഒരാളായിരുന്നു മഹാകവി വള്ളത്തോൾ. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ ഇനി നമ്മളിലൂടെയുള്ള എന്നെപ്പോലെയുള്ള എന്നെപ്പോലെ എൻ്റെ ഗുരുനാഥന്മാരെ പോലെയുള്ളവരിലൂടെ, തുള്ളൽക്കാരിലൂടെ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ, നമ്പ്യാർ ഉദ്ദേശിച്ച ശുദ്ധി നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെയും കൂടി ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഈ കലയെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ പുരാണത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കഥകൾ. ഇപ്പോൾ ഏതാണ്ട് 70-ലധികം കഥകളൊക്കെ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരു 40-45ഓളം കഥകളാണ് അദ്ദേഹത്തിൻ്റെ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. എങ്കിൽ കൂടിയും ആ കഥകളെ മൊത്തമായിട്ട് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മളെന്നല്ല, തുള്ളൽക്കാരെന്ന് മാത്രമല്ല, ഇപ്പം കഥകളിക്കാരായാലും മറ്റ് കലാവിഭാഗങ്ങളായാലും ഒരു പുരാണ കഥകളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അത് കാരണം ഒരു പക്ഷേ നമ്മൾക്ക് അധികമായി കിട്ടുന്ന വേദികൾ ഉത്സവത്തോടനുബന്ധമായിട്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ വേദികളായതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രം ഞാൻ 2 വർഷം മുമ്പ് പുതിയതായി ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും ഒരു സാംസ്കാരിക വേദിയല്ലാതെ അതിന് യാതൊരു പ്രാധാന്യം ലഭിക്കുന്നതൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ പരിഗണന കിട്ടുന്നത് ക്ഷേത്രവേദികളായതുകൊണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരെപ്പോഴും അതിൻ്റെ ആവശ്യം പറയുന്നത് പുരാണ കഥകളായതുകൊണ്ടും നമ്മൾക്ക് അത് തന്നെ ഫോളോ ചെയ്ത് വരേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹാസ്യത്തിന് മാത്രമല്ല ഊന്നൽ കൊടുത്തിട്ടുള്ളത്, എല്ലാ ഭാവങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എന്നാലും ഹാസ്യരൂപേണ കാര്യങ്ങളെ അറിയിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നത് കൊണ്ട് ഇപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും പ്രചരിക്കപ്പെട്ടത് കൊണ്ട് ആയിരിക്കാം മറ്റ് ഭാവങ്ങൾക്കൊന്നും നമ്മൾ ഇപ്പോൾ ഒരു വേദികളിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ മറ്റ് ഭാവങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത വിധത്തിൽ ഹാസ്യമുണ്ടോ അങ്ങനെ ചോദിക്കുകയാണ് ആളുകളുടെ ഡിമാൻഡ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സൗഗന്ധികം, രാമാനുചരിതം അങ്ങനെ കൂടുതൽ ഹാസ്യത്തെ ഫോക്കസ് ചെയ്ത് ചെയ്യാവുന്ന, കൂടുതൽ മനോധർമ്മങ്ങൾ ചെയ്യാവുന്ന കഥകളെ തന്നെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരികയാണ്. അതൊരു പക്ഷേ പ്രേക്ഷകരുടെ ആവശ്യം ആയിരിക്കാം, തുള്ളൽ ആസ്വദിക്കുന്ന ആളുകളുടെ ആവശ്യം കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇനി നമ്മൾക്കൊരു സ്വാതന്ത്ര്യം വേണമെങ്കിൽ കല മാത്രം വളർന്നാൽ പോരാ, സാഹിത്യവും വളരണം. തുള്ളലിൻ്റെ പ്രയോഗത്തിലുള്ള ഒരു വളർച്ച മാത്രമല്ലാതെ പ്രയോഗത്തിൽ ഇപ്പോൾ വേഷവിധാനത്തിലൊക്കെ നല്ല ഒരു നിലവാരം വന്നു, നല്ലൊരു വളർച്ചയൊക്കെ ഉണ്ടായി, അതിൻ്റെ സൗന്ദര്യമൊക്കെ വളരെയധികം വർദ്ധിച്ചു പണ്ടത്തേക്കാൾ അപേക്ഷിച്ച്. എങ്കിൽ കൂടി അതിൻ്റെ സാഹിത്യത്തിന് വേണ്ടത്ര വളർച്ച ലഭിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു കാരണം ധാരാളം കഥകൾ എഴുതുന്നുണ്ട്. അതിൻ്റെ ആ ഒരു റിതം ബേസ് ചെയ്ത് പല ആളുകളും പല കഥകളും എഴുതുന്നുണ്ട്. എങ്കിൽ കൂടി അതിനെത്രത്തോളം നിലവാരമുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതിനത്ര ആ ഒരു റിതത്തിനെ ബേസ് ചെയ്ത് എഴുതുകയാണ്. എന്താണ് നമ്പ്യാരെന്നോ എന്താണ് തുള്ളൽ കല എന്നോ അതിൽ എന്തൊക്കെ താളങ്ങൾ ഉപയോഗിക്കാമെന്നോ എന്തൊക്കെ രാഗങ്ങളുടെ അടിസ്ഥാനം ഇതിനുണ്ട് എന്നോ അറിയാതെ ആരോ ഇതിലേ പോകുന്നവരൊക്കെ ഈ ഈ എന്തെങ്കിലും കഥകളെടുത്ത് ഒരേ ഋതത്തിൽ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹിത്യങ്ങളുടെ നിലവാരമില്ലായ്മയും തുള്ളലിനെ സംബന്ധിച്ച് ഒരു സാഹിത്യത്തിൻ്റെ ഒരു പുതിയ വരവിനെ കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അന്ന് മുൻകാലങ്ങളിൽ സംഭവിച്ച ആ ഒരു
നിലവാരത്തിൻ്റെ ച്യുതി ഈ സാഹിത്യത്തിനെയും ബാധിച്ചിട്ടുണ്ട്, മൊത്തമായിട്ട് ഈ കലയെ ബാധിച്ചിട്ടുണ്ട്, പ്രയോഗത്തിലും സാഹിത്യത്തിലും. അതായിരിക്കാം ഒരു പക്ഷേ ഇതിൻ്റെ കാരണം. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും. പ്രധാനമായിട്ടും അച്ഛൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഞാൻ തുള്ളൽ എന്നുള്ള വിഷയത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മുടെ അവിടെയുള്ള രാഘവൻ മാസ്റ്റർ, അദ്ദേഹമാണ് ആദ്യം ഒരു പരിഹസിച്ച് ചെയ്യാനും അങ്ങനെ ഒരു ഹാസ്യത്തിൻ്റെ വാസന എന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് അദ്ദേഹമാണ്. ആദ്യം ഞാൻ അക്ഷരശ്ലോകം പഠിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്താണ്. മാഷ് ആ ഒരു കാര്യം ചെയ്ത് നമ്മളത് പെർഫോം ചെയ്തപ്പോൾ അതിന് കിട്ടിയ പ്രോത്സാഹനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് എൻ്റെ അച്ഛൻ വളരെ വേഗം തന്നെ അത് ശാസ്ത്രീയമായി പഠിക്കുന്നതിന് കലാനിലയം ജയന്തി ടീച്ചറുടെ അടുത്ത് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ നമ്മളുടെ ഒരു പ്രധാനമായിട്ട് കലയുടെ വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണം എപ്പോഴും നമ്മുടെ പാരൻസ് തന്നെയാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ തുള്ളലിന് മാത്രമല്ല, ഇപ്പം നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അവസ്ഥ അറിയാലോ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഒരാൾ വേണമെന്നുള്ള പോലെയാണ്. പിന്നെ പരിപാടികളാണെങ്കിലും രാത്രി സമയങ്ങളിലാണ്. അപ്പോൾ നമ്മളുടെ വീട്ടുകാരുടെ പരിപൂർണമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം തന്നെയാണ് ഇന്നത്തെ സൊസൈറ്റിയിൽ പെൺകുട്ടികൾക്ക് ഈ കല കൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു പ്രായം വരെ എങ്കിലും ഈ കല കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് പ്രധാനമായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് തന്നെ വേണം. അപ്പോൾ കല്യാണത്തിന് മുമ്പാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയുടെയും സപ്പോർട്ട് നല്ലോണം കിട്ടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചതും സ്കോളർഷിപ്പ് പൂർത്തിയാക്കിയതും അത്യാവശ്യം അരങ്ങുകൾ ചെയ്തു തുടങ്ങിയതും. അതിനുശേഷം വിവാഹശേഷവും ഭർത്താവ് വയലിനിസ്റ്റാണ്, അദ്ദേഹം കലാകാരനാണ് എന്നതുകൊണ്ട് കലാകാരൻ്റെ ബുദ്ധിമുട്ടുകളും കലാകാരിയുടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിക്ക് ഉണ്ടാവുന്ന സ്വഭാവങ്ങളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഗുണങ്ങളും എല്ലാം അനുഭവിക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ് എന്നതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞിട്ടും എനിക്ക് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വീട്ടുകാരായാലും അത് സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതുവരെ. അപ്പോൾ ഇങ്ങനെ തീർച്ചയായിട്ടും എപ്പോഴും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരു പെൺകുട്ടിക്ക് കലാപരമായിട്ട് വളരണമെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ വളരെ അത്യാവശ്യമാണ്. ഇതുപോലെ ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ജീവചരിത്രം ചെയ്തതുപോലെ ഇനിയും പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ സാഹിത്യത്തിൽ മാത്രമല്ലാതെ ഇപ്പോൾ സാഹിത്യത്തിൽ ധാരാളം വളർച്ച തുള്ളലിൽ വന്നു കഴിഞ്ഞു. എന്നാൽ ഈ സാഹിത്യം ചെയ്യുന്ന ആളുകളൊന്നും പ്രയോഗവുമായിട്ട് ബന്ധമുള്ളവരല്ല. അപ്പോൾ അവരുടെ ഒരു വ്യൂവിൽ മാത്രമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രയോഗം ചെയ്യുന്നവർ ഇപ്പം നമ്മുടെ ഗുരുനാഥന്മാരെ സംബന്ധിച്ചാൽ നമ്മൾക്ക് ആലോചിച്ചാൽ അറിയാം, അവർ ഡിപ്ലോമ കഴിഞ്ഞ് വന്നവരാണ്. അവരുടെ ഒരു പഠന സമ്പ്രദായം വേറെ ആയിരുന്നു. കലാമണ്ഡലത്തിലോ ആയാലും മറ്റ് കലാസ്ഥാപനങ്ങളിലായാലും ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ ഉയർന്നതും ആ ഒരു പഠന രീതിയിലേക്ക് എത്തിയതും ഇപ്പോഴാണ്. ഗുരുകുല സമ്പ്രദായം ബേസ് ചെയ്തിട്ടായിരുന്നു മറ്റുള്ള മുൻപുണ്ടായിരുന്നവരുടെയൊക്കെ പഠന രീതി എന്നതുകൊണ്ട് സാഹിത്യപരമായിട്ട് ഒരുപാടൊന്നും മുന്നോട്ട് പോകാനായിട്ട് ഈ കലയ്ക്ക് പ്രയോഗിക്കുന്ന കലാകാരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സാഹിത്യം പഠിച്ചുകൊണ്ട് ഇനിയും കുറച്ചുകൂടി സാഹിത്യം പഠിച്ചുകൊണ്ട് ഈ പ്രയോഗത്തിൻ്റെ മൂല്യവും സൗന്ദര്യവും നിലവാരവും എന്നാൽ കഴിയുന്ന വിധം ചെയ്യണമെന്നാണ്. അതേപോലെ ഈ തുള്ളലിൻ്റെ വളർച്ചയിലൊരു ഭാഗമായിട്ട് അവസാനം വരെയും നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പെട്ടെന്ന് പഠിക്കാം, കുറച്ച് ദിവസം കൊണ്ട് പഠിക്കാം. ആ സാഹിത്യം ചെയ്ത് പാടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നുള്ള ആ ധാരണ മാറ്റിയിട്ട് ചിട്ടയായ അഭ്യാസത്തോടു കൂടി മാത്രമാണ് തുള്ളൽ നമ്മൾ ഒരു അരങ്ങത്ത് എത്തിക്കാവൂ. അത് ശരിക്കും സ്റ്റുഡൻസിനോട് മാത്രമല്ല, അവരെ വേദിയിലേക്ക് കൊണ്ടുവരുന്ന എല്ലാവരും ഒന്നുമില്ല, വളരെ ചെറിയ വിഭാഗം അങ്ങനെ തന്നെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാതെ കുട്ടികളിൽ ഇത് അതിൻ്റെ രാഗവും താളവും ചിട്ടകളും നമ്പ്യാർ ഉപയോഗിച്ചിട്ടുള്ള ധാരാളം നാടൻ പ്രയോഗങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ തുള്ളലിനെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ. അതിന് ഒരു ചിട്ടയായ അഭ്യാസം തന്നെ വേണം. കുറഞ്ഞത് ഒരു 4 വർഷത്തെ അഭ്യാസമെങ്കിലും ഇല്ലാതെ
അതിനെക്കുറിച്ച് അത് നമ്മൾ വേദിയിൽ എത്താൻ പാടില്ല. ചിട്ടയായ അഭ്യാസം അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ സാഹിത്യം വായിച്ച് അർത്ഥം മനസ്സിലാക്കി മനോധർമ്മം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് വരണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള അടിസ്ഥാനം കിട്ടണം. അടിസ്ഥാനം കിട്ടാതെയുള്ള മനോധർമ്മ പ്രയോഗം ആവുന്നതും ഒഴിവാക്കിക്കൊണ്ട് ഈ കലയെ മുന്നോട്ട് കൊണ്ടുപോകണം. മനോധർമ്മ പ്രയോഗമാണ് ഈ കലയുടെ മറ്റ് കലകളിൽ നിന്ന് കൂടുതലായിട്ടുള്ള നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ഈ കലയുടെ. പക്ഷേ ആ ഒരു മനോധർമ്മ പ്രയോഗം തന്നെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം ലംഘിച്ചുകൊണ്ട് തോന്നിയ പോലെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം ഈ ഒരു സാധ്യതയെ നമ്മൾ മിസ്യൂസ് ചെയ്തതുകൊണ്ടാണ് തീർച്ചയായും. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഗുണങ്ങളെ അതിൻ്റെ സ്വാതന്ത്ര്യങ്ങളെ മിസ്യൂസ് ചെയ്യാതെ അതിനെ ഒരു നല്ല രീതിയിലേക്ക് ചിട്ടയോടെ അഭ്യസിച്ച് നമ്പ്യാർ ഉദ്ദേശിച്ച ഗുണങ്ങളെ നല്ല രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരിക. അതിനുള്ള ഒരു അഭ്യാസത്തോടെ തന്നെ കുട്ടികൾ അത് അരങ്ങിലെത്തിക്കണം. അല്ലാതെ പെട്ടെന്നുള്ള ഒരു പെർഫോമൻസ് ആയിട്ടോ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത ഒരു അവസ്ഥയിലേക്കോ ഇനി പോകാൻ പാടില്ല.